സോറി അങ്കിളെ, അവൻ അപ്പോഴത്തെ ടെൻഷനിൽ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. അവർക്ക് വേണ്ടി ഇപ്പൊ ഞാൻ സോറി പറയാം. ഈ കേസ് ഇനി അങ്കിള് തന്നെ വാദിച്ചാൽ മതി എന്ന് രാജേഷ് പറഞ്ഞിട്ടുണ്ട്. ഇനി കല്യാണത്തിന്റെ കാര്യമായാലും ഞങ്ങൾക്ക് വേണ്ടി അങ്കിള് തന്നെയാ വീട്ടിൽ സംസാരിക്കണ്ടേ. ഞാൻ പറയുന്ന മനസ്സിലാക്ക്. മതിയായി മോളെ, കല്യാണം കഴിക്കാതെ ഞാനൊരു ബ്രഹ്മചാരിയായി, ഈ കേസ് വാദിച്ച് ഞാനൊരു മണ്ടനുമായി. എന്നെ വിട്ടേക്ക് മോളെ. എനിക്ക് അങ്കിള് മാത്രം ഒരു ഹോപ്പ്. എങ്ങനെയെങ്കിലും ഈ കേസ് വാദിക്കണം. റോക്കിയെ റിലീസ് ചെയ്യണം അങ്കിളെ. എനിക്ക് എന്റെ ജീവിതത്തിൽ അവനില്ലാതെ പറ്റില്ല. നിന്നെപ്പോലുള്ള പെമ്പിളർക്ക് എങ്ങനെയുള്ളവന്മാരെ പ്രേമിക്കണമെന്നൊരു ക്ലാരിറ്റിയും ഇല്ല. കണ്ണടച്ച് പ്രേമിക്കുകയും ചെയ്യും, കണ്ണ് കശക്കി കരയുകയും ചെയ്യും. ഇപ്പോഴും സമയം വൈകിട്ടില്ല. ആ റോക്കി എന്ന് പറയുന്നവനെ പ്രേമിച്ച് നീ നിന്റെ ജീവിതം വഴിയാധാരമാക്കരുത്. അവനോടുള്ള പ്രണയം ബ്രേക്കപ്പ് ചെയ്ത് നീയും എന്റെ കൂടെ വന്നേക്ക് മോളെ. അവന്റെ തെറ്റിന് അവൻ അനുഭവിക്കട്ടെ. നെവർ. അവനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല അങ്കിളെ. 1000 കോടി ഫെയിലിയർ ലവ് സ്റ്റോറീസിലെ ഒരു സ്റ്റോറി നിന്റേതും ആവും. ആഫ്റ്റർ ഓൾ നീ അവന്റെ ലവർ മാത്രമല്ലേ, നീ അവന്റെ ഭാര്യയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. അവനാണെങ്കിൽ നിന്റെ ഭർത്താവിനെ പോലെ. എന്തിനാ നീ ഇത്ര ഫീൽ ചെയ്യുന്നത്? ഫീൽ ചെയ്യും. അവൻ എന്റെ ഭർത്താവ് തന്നെ, ഞാൻ അവന്റെ ഭാര്യ. മോളെ, നീ അവന്റെ ഭാര്യയാണോ? പ്രേമിച്ച പ്രശ്നം ഉണ്ടാവണമെന്ന് നിർബന്ധം. നമ്മൾ തമ്മിൽ ഒരിക്കലും പിരിയില്ല. നമ്മൾ തമ്മിൽ പിരിയാതിരിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? അതിനാകെ ഒരേ ഒരു വഴിയുള്ളൂ, നമ്മൾ തമ്മിൽ ഒന്നിക്കണം. നിനക്കതിന് താല്പര്യമില്ലെങ്കിൽ വിട്ടുകള. എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി. അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇനി ആര് വിചാരിച്ചാലും പിരിയില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വാസമായില്ലേ? നമ്മൾ ഒന്നുകൂടി കല്യാണം കഴിച്ചാലോ? വീണ്ടും കഴിക്കാം, പക്ഷെ അതിന് ഫാമിലിയും കൂടെ ഉണ്ടാവണം. ഓ, അതും ശരിയാണല്ലേ. ഇത്ര പെട്ടെന്ന് കല്യാണം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും സംഗതി കഴിഞ്ഞു കിട്ടിയല്ലോ. അടുത്ത പ്ലാൻ എന്താ? അല്ല, അപ്പോഴേക്കും എല്ലാം മറന്നോ? പ്ലാൻ ചെയ്ത പോലെ നാളെ വീട്ടിൽ വന്ന് നീ എന്റെ അച്ഛനോട് സംസാരിക്കണം. അയ്യോ, നാളെ എന്നെ കൊണ്ട് പറ്റില്ല. ബാങ്കിന്റെ ആവശ്യത്തിന് ഒരു സ്ഥലം വരെ പോണം എനിക്ക്. നാളെ പോണെന്ന് നിർബന്ധം. ഓഫീസിന്റെ കാര്യമല്ലേ, പോയേ പറ്റൂ. നീ പെട്ടെന്ന് വരില്ലടാ. എടി, 2 ദിവസത്തിനുള്ളിൽ ഞാനങ്ങ് വരില്ലേ? പ്രോമിസ്. നീ സമാധാനിക്ക്. ഐ വിൽ ബി ബാക്ക്. ടിൽ ദെൻ കീപ് മിസ്സിംഗ്. ഐ ലവ് യു. നവാ. അന്ന് ഓഫീസുകാരത്തിന് വേണ്ടി പോയപ്പോഴാ റോക്കി ഈ കേസിൽ പെട്ടുപോയത്. സോറി അങ്കിള്. എന്ത് സംഭവിച്ചാലും പിരിയാതിരിക്കാൻ അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ഞങ്ങൾ തമ്മിൽ പിരിയേണ്ട അവസ്ഥയായി. നിങ്ങളോടൊന്നും പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയതിന് ഞങ്ങളോട് ക്ഷമിക്കും അങ്കിള്. എന്റെ അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, പ്ലീസ്. മോളെ കീർത്തി, നിങ്ങളുടെ ജനറേഷൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങളുടെ നന്മയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ കുടുംബം നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആലോചിക്കാറില്ല. പുതിയ ജനറേഷനോടൊപ്പം നമ്മൾ മാറണം. എനിക്കത് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ സമ്പ്രദായങ്ങൾ മാറില്ല. അത് നമുക്ക് മാറ്റാനും ആവില്ല. മോളെ, നിനക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് മരിച്ചുപോയ നിന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. നിന്റെ അമ്മാവനായ എനിക്കും നിനക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഈ കേസ് ഞാൻ ടേക്കപ്പ് ചെയ്യാം മോളെ. ഉറപ്പായി ഇതിൽ വിജയിക്കുകയും ചെയ്യും. പ്രോമിസ്. മർഡർ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ആ കേസിൽ നിന്ന് ഒരാളെ പുറത്തെടുക്കാനുള്ള കഴിവ് ഒരു നല്ല വക്കീലിന് മാത്രമേ ഉള്ളൂ. ഒന്നീ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാം ഓക്കെ അല്ലേ? അങ്ങേരെ എനിക്ക് വാണിംഗ് തന്നത്.
സാറിന്റെ വാദം കെട്ടി കോടതിയിലുള്ളവരൊക്കെ പേടിച്ച് വരക്കണം. പേടിപ്പിച്ചാ പോരെ? ഉം. എല്ലാരും വട്ടം കറക്കി നട്ടം തിരിച്ച് കാണിച്ചു തരാം. ഉം. എന്താണ് സാറേ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട്? വക്കീൽ തന്നെയാണോ? മേടിച്ച കാശിന് പണിയെടുക്കാൻ നോക്കടാ. വക്കീലാണെന്ന്. ഒരു പൊട്ടനാണ് താനെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഇപ്പൊ ഒരു പുതിയ വക്കീലിനെ വിളിച്ച് ഇനി കോട്ടൊക്കെ ഊരി വെച്ച് സ്ഥലം ഇടാൻ നോക്ക്. കേസൊക്കെ ശരിക്കും പഠിച്ചോ? ഉം. ഈ കേസിനെ പുതിയ വക്കീൽ വേതാളം വാദിക്കുന്നതിന് കോടതി അനുവദിച്ചിരിക്കുന്നു. മിസ്റ്റർ വേതാളം, നിങ്ങളുടെ വാദം ആരംഭിച്ചോളൂ. എനിക്ക് ഈ അവസരം തന്ന ജഡ്ജി അദ്ദേഹം ജനാർദ്ദനൻ സാറിന് നമസ്കാരം. ജാമ്യം എടുക്കാനാ? നടന്നത് തന്നെ. ഞാനിവിടെ നിൽക്കല്ലേ, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട. യുവർ ഓണർ, ഈ കേസിൽ എന്റെ ക്ലയൻസ് നിരപരാധികളായി യുവർ ഓണർ. ഈ മാസം 4-ന് കൃത്യമായി 4-ാം തീയതിക്ക് കാട്ര സിംഗ് എന്ന വ്യക്തിയെ മർഡർ ചെയ്തു യുവർ ഓണർ. എന്റെ ക്ലയൻസിനും ഈ മർഡറിനും യാതൊരു സംബന്ധമില്ല യുവർ ഓണർ. ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സാക്ഷികളെ മുൻനിർത്തി എന്റെ കക്ഷികളെ കുറ്റക്കാരാക്കരുതെന്ന് കോർട്ടിനോട് അപേക്ഷിക്കുകയാണ് യുവർ ഓണർ. വീട്ടിൽ പോകാൻ പറ്റുമോ? ഈ കേസ് അടുത്തെങ്ങും തീരാൻ പോകുന്നില്ല. ഗിവ് മി വാട്ടർ. ഇതുപോലത്തെ വാദമൊക്കെ താൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അതെ, ഇതെന്തോന്ന് സാറേ ഇത്? പേടിച്ചു വിറച്ചു പോയല്ലേ? ആര് പേടിച്ചു പറിച്ചു? താങ്ക് യു യുവർ ഓണർ. വെള്ളം കുടിക്കാം സാറേ, ഇതെന്തോന്ന് വാദം സാറേ? അത് ഈ കോർട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വിക്ക് വിക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇതിലും ഭേദം മിണ്ടാകുന്ന മതിയായിരുന്നു. നീ എന്നെ ടെൻഷൻ അടുപ്പിച്ചാ എനിക്ക് ഇനി വിക്ക് വന്നോണ്ടേയിരിക്കും. അതെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് വാദിക്ക് സാറേ. ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ? എവിടുന്ന് വരുന്ന ഇപ്പം മാറേ? ചുറ്റിയെടുത്ത് തലയടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു. മിസ്റ്റർ വേതാളം, യെസ് സർ. ഇനി താങ്കളുടെ കലാപരിപാടികൾ വല്ലതും ബാക്കിയുണ്ടോ? യുവർ ഓണർ, സാക്ഷികളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യുവർ ഓണർ. താങ്ക് യു. ഇത് ആഗ്രഹിക്കേണ്ട കാര്യമല്ലടോ, ഡ്യൂട്ടി അല്ലേ. എന്തെങ്കിലും ഒന്ന് വേഗം കാണിക്കേ. മനുഷ്യന് വീട്ടിൽ പോകാനുള്ളതാ. തന്നെ ഈ കഥകളി കണ്ടോണ്ടിരുന്നാലേ ഇവിടെ ബാക്കി കേസൊന്നും നടക്കില്ല. ഭദ്രം ഭദ്രം ഭദ്രം. പ്ലീസ് സാർ. ഞാൻ ഊരി തരാടാ. താങ്ക് യു യുവർ ഓണർ. ഇങ്ങേരെക്കാളും ഭേദം ആ പൊട്ടൻ തന്നെ വാദിക്കുന്നതായിരുന്നു. ഇതിപ്പോ ആ ജഡ്ജിയുടെ കഷ്ടകാലമായി പോയനെ. എന്റെ ദൈവം ഇപ്പൊ നാക്കുളിക്കാന്. തന്റെ പേരെന്താ? ഭദ്രം സാറേ. മർഡർ നടന്ന സമയത്ത് താൻ അവിടെ എന്ത് കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? മാഗി കഴിക്കായിരുന്നു. അർദ്ധരാത്രി ആ സമയത്ത് താൻ മാഗി കഴിക്കായിരുന്നു. ഉം. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം താൻ എന്താ സാർ? ചോദിക്കുന്നേ? ഓ, ലഞ്ചായിരുന്നു. അന്ന് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച്, അതായത് അന്ന് ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിച്ചു സാർ. നൈറ്റ് പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. നിങ്ങള് എന്റെ ക്ലയൻസിനെ എത്ര ദൂരത്ത് നിന്നാണ് കണ്ടത്? ഒരു 50 അടി ദൂരത്തില്ല സാറേ. അർദ്ധരാത്രി ഏതാണ്ട് 50 അടി ദൂരത്തില് നിങ്ങൾ എന്റെ ക്ലയൻസിനെ ക്ലാരിറ്റിയോടെ കണ്ടുവന്നല്ലേ? കണ്ടു സാറേ. താൻ കണ്ണാടി ഉപയോഗിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. എവിടെ തന്റെ സോഡാ കുപ്പി കണ്ണാടി? ഇവിടെ എല്ലാവരും ഒന്ന് കാണിച്ചേ. ഇത് ചന്തയല്ല, എടുത്ത് വെച്ചോ. കൊല നടന്ന ദിവസം ഈ കണ്ണാടി വെച്ചിരുന്നപ്പോഴാണോ നിങ്ങൾ എന്റെ ക്ലയൻസിനെ കണ്ടത്? അല്ല സാർ. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ ആൻഡ് ഇറ്റ്സ് ഗോൺ. നോട്ടീസ് ദിസ് പോയിന്റ് യുവർ ഓണർ. ഇപ്പോ ഈ സമയത്ത് കൂടെ അയാൾ കണ്ണാടി പോക്കറ്റിൽ തന്നെയാ വെച്ചിരിക്കുന്നത്. യെസ് യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന സാക്ഷിയാണ് ഈ നിൽക്കുന്നത്. പകല് പോലും സൈറ്റ് പേഷ്യന്റ് ആണ് ഇയാള്. ഇയാൾക്ക് ഡോക്ടർ എഴുതി കൊടുത്ത കുറിപ്പ് അവഗണിച്ചുകൊണ്ട് കണ്ണാടി പോക്കറ്റിൽ തന്നെ വെച്ച പിന്നെ എന്റെ ക്ലയൻസിനെ നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് പറയേ? ഐ ക്വസ്റ്റ്യൻ യുവർ ആൻസർ. വേദോളം. I question your answer, I say. ഇത് റീഡിംഗ് ക്ലാസ്സാ സാറേ. ഇയാളൊരു പൊട്ടക്കടനാണെന്ന് ഇപ്പൊ എങ്ങനെയാ തെളിയിക്കാൻ പറ്റുക? യെസ്,
എന്റെ ക്ലയന്റിന്റെ ഷർട്ടിന്റെ ബട്ടൺസിന്റെ നിറം എന്താണെന്ന് പറയും. ഒരുത്തിനിട്ടിരിക്കുന്ന കറുപ്പ് മറ്റവന്റെ വെള്ള. കണ്ണാടി വെച്ചാ പോലും നേരെ ചൊവ്വ കാണാത്തവനാ. ഷർട്ടിങ്കിലും ഒന്ന് മാറ്റിട്ട് വന്നോളാ. മതി മതി, നോ മോർ ക്വസ്റ്റ്യൻസ്, നോ മോർ ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഇനി പോര്. പോയിട്ട് വരാം യുവർ ഓണർ. ഇനി വരണ്ട, ആ വഴി അങ്ങ് പൊക്കൂ. വേതോളം വേതാളം വെള്ളം കുടിക്കും. മിസ്റ്റർ ഡിഫൻസ് ലോയർ, തനിക്ക് ഇവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കണ്ടുപഠിച്ചോ കേസ് എങ്ങനെയാ ബാധിക്കുന്നതെന്ന്. കറുത്ത കോട്ട് ഇട്ടുകൊണ്ട് കോടതി വന്നിട്ട് കാര്യമില്ല. യെസ് യുവർ ഓണർ. അവൻ എന്നെ വട്ടം കറക്കിയവനാ. തന്നെ കയറായി കെട്ടി തൂക്കാൻ ഞാൻ ഭാഗ്യം. ഈ കേസിലെ കഥയും കഥാപാത്രങ്ങളും വെറും സാങ്കല്പികം മാത്രമല്ല. ഇപ്പൊ ഞാൻ വാദിക്കാൻ പോകുന്ന കേസ് എവിടുന്നും കോപ്പി അടിച്ചുകൊണ്ട് വന്നതുമല്ല. നോ ആനിമൽസ് വെയർ ഹാംഡ് ഇൻ ദിസ് കേസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് തികച്ചും ഹാനികരം. അത് ജീവൻ ആപത്താണ്. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇറ്റ് കോസസ് ക്യാൻസർ. എന്തോന്നോ പറഞ്ഞു തീർന്ന ഇനി സിനിമ എപ്പോഴാ തുടങ്ങാ? ഡിസ്ക്ലൈമർ നോട്ടീസ് ആണ് യുവർ ഓണർ. സെൻസർ ബോർഡ് ഡയലോഗ് നിർത്തിയിട്ട് കേസ് വാദിക്കാനുള്ള പരിപാടി നോക്കണോ? യെസ് മിസ്റ്റർ ഭദ്രൻ. യെസ് സർ. എന്റെ ക്ലയൻസ് ദാബയിൽ നിന്ന് പോയ ഉടനെ സെയിം കളർ കാറിൽ വേറെ ആരെങ്കിലും വന്ന് കാട്രാ സിംഗിനെ കൊന്നതാണെങ്കിലോ? അല്ല സാറേ, അതിനൊരു ചാൻസും ഇല്ല. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാരണം? അതിന് മാത്രം സമയം ഉണ്ടായിരുന്നില്ല. സമയമില്ലെന്നോ? അതെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും? ഇവര് ദാബയിൽ എത്ര നേരം ഉണ്ടായിരുന്നു? 2 minutes. 2 minutes? യെസ് സർ. ആർ യു ഷുവർ? സക്സസ്ഫുള്ളി ഷുവർ. അപ്പൊ താൻ കൃത്യമായ സമയം നോട്ട് ചെയ്ത് വെച്ചിട്ടാണോ ഈ അല്ല. പറയുന്നത്? താൻ സാക്ഷി പറഞ്ഞതുപോലെ ഉം. എന്റെ ക്ലയൻസ് ദാബയ്ക്കുള്ളിലേക്ക് വന്നപ്പോ താൻ ആഹാരം പ്രിപ്പയർ ചെയ്യായിരുന്നു. Am I right? അതെ. ഗണ്ണിന്റെ ശബ്ദം കേട്ടപ്പോ താൻ ആഹാരം കഴിക്കുകയായിരുന്നു. Am I right? അതും കറക്റ്റ് സാറേ. തല ഇങ്ങനെ കുലുക്കല്ലേ, പെടലി നൂരി പോകും. എന്റെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. സോ 2 മിനിറ്റ് കൊണ്ട് താൻ ആഹാരം ഉണ്ടാക്കുകയും കഴിക്കുകയും എല്ലാം ചെയ്തു, അങ്ങനെയല്ലേ? ആ അതെ അതെ അതെ. അന്ന് രാത്രി നിങ്ങൾ എന്താ കഴിച്ചത്? നൂഡിൽസ്. ആഹാരത്തിന് മുന്നേ ആണോ ആഹാരത്തിന് ശേഷമാണോ? രാത്രിത്തെ ആഹാരം തന്നെ നൂഡിൽസ് ആയിരുന്നു. ഓഹോ, ആക്ച്വലി എനിക്കും നൂഡിൽസ് ഒരുപാട് ഇഷ്ടമാണ്. കൺഫേം ആണോ? കൺഫേം സർ. ഉറപ്പിക്കാലോ? പക്ക സർ. എന്നാൽ ഓക്കെ ചെയ്തോട്ടെ. ലോക്ക് ചെയ്തേക്ക്. ഓക്കെ യുവർ ഓണർ. യുവർ ഓണർ, മിസ്റ്റർ ഭദ്രൻ 2 മിനിറ്റ് കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്തു എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും അതിന് കഴിയില്ല യുവർ ഓണർ. ഞാനിതെങ്ങനെ മറന്നേ? കൊള്ളാലോ. വിത്ത് യുവർ പെർമിഷൻ. മാഡം, നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര സമയം എടുക്കും? 10 മിനിറ്റ്. നിങ്ങൾക്കോ? 9 മിനിറ്റ്. നിങ്ങൾക്ക്? 8 മിനിറ്റ് സാറേ. അപ്പോ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഉറപ്പായും ഒരു 5 മിനിറ്റ് എങ്കിലും എടുക്കും യുവർ ഓണർ. ബട്ടൺസിന്റെ കാര്യം ഓർത്ത് നൂഡിൽസിന്റെ കാര്യം ഒന്നും ഓർക്കാൻ ഞാൻ. പളിയെ ഇയാൾക്ക് എന്തോ പറ്റിയടാ? ആ മിസ്റ്റർ ഭദ്രം സർ. നിങ്ങൾ പറയുന്നു നൂഡിൽസ് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെന്ന്. അതെങ്ങനെ ഉണ്ടാക്കി? സർ, എനിക്ക് ചെറുപ്പം മുതൽ നൂഡിൽസ് വലിയ ഇഷ്ടമാണ്. ഉം. അതുകൊണ്ട് നൂഡിൽസ് വേഗം ഉണ്ടാക്കാൻ അറിയാം. ആഹാ. സത്യം സാറേ. അങ്ങനെയാണെങ്കിൽ തന്റെ നൂഡിൽസ് വല്ല മാജിക് നൂഡിൽസ് ആണോ? ഞാനിപ്പോ ഒരു സ്റ്റൗവും നൂഡിൽസും കൊണ്ടുവരാൻ പറയാം. 2 മിനിറ്റ് കൊണ്ട് താൻ പ്രിപ്പയർ ചെയ്യണം. 2 മിനിറ്റിൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയാലും സമ്മതിക്കില്ല. ഇതെന്താ വല്ല മാസ്റ്റർ ഷെഫ് പ്രോഗ്രാമാണ്? മാസ്റ്റർ ഷെഫ് പ്രോഗ്രാം ആണെങ്കിലും എന്താണെങ്കിലും ശരി, 2 മിനിറ്റിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. സാർ, അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല സാറേ. താൻ ഉറപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ? മിസ്റ്റർ മാർത്താണ്ഡം, പാസ്പോർട്ട് പോലും 2 മിനിറ്റ് കിട്ടൂടോ? ഇതന്നെ താൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ? ഒന്ന് മാറ്റിപ്പടി. 2 മിനിറ്റിനുള്ളിൽ താൻ നൂഡിൽസ് ഉണ്ടാക്കുന്നോ ഇല്ലയോ? സാർ, ഈ ക്വസ്റ്റ്യൻ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചൂടെ? ചോദിക്കില്ലടോ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് ലോയർ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് സാക്ഷിയെ കൺഫ്യൂസ് ചെയ്യുകയാണ്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. മാർത്താണ്ഡം, കണ്ടിന്യൂ ചെയ്തോളൂ. ഈ കേസിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2 മിനിറ്റിൽ താൻ നൂഡിൽസ് ഉണ്ടാക്കിയിരിക്കണം. സാർ സാർ, എന്നെ കൊണ്ട് പറ്റില്ല സാറേ. എന്തുകൊണ്ട് പറ്റില്ല? സാർ സാർ സാർ, എന്നെ കൊണ്ട് പറ്റില്ല സാറേ. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് 2 മിനിറ്റ് കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റില്ല. അന്ന് ഞാൻ രാത്രി ഇവരാണ് കണ്ടതെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല സാറേ. സാറേ, എന്നെ വിട്ടേക്ക് സാറേ. ഞാനൊരു പാവാ സാറേ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇനി എനിക്ക് ഇയാളോട് കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കാനായിട്ടില്ല യുവർ ഓണർ. യു മേ ഗോ നൗ. സൂപ്പർ ആയിട്ടുണ്ടങ്ങളെ. ഇത് കണ്ടില്ലടോ? അത് 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 ഇറങ്ങിപ്പോ സർ. ഒരു രക്ഷയില്ലായിരുന്നു. ആ, ഇങ്ങനെയാണ് വാദിക്കുന്നത്. താൻ എളിച്ചത് മതി, എഴുന്നേറ്റ് പോകാൻ നോക്ക്. എടോ, തനിക്കൊന്നും പറ്റി പണിയല്ലത്. വേറെ വല്ല പണിയും നോക്കിക്കൂടെ? പണ്ട് ഓർക്കച്ചോടെ അതാ എനിക്ക് നല്ലത്. എന്താണോ? എന്റെ കേസ് സാറിന് ബാധിക്കണം സാറേ, പ്ലീസ് സാർ. ഡെഫിനറ്റ്ലി. ഈ കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നൗ ദ കോർട്ട് ഈസ് അഡ്ജേൺഡ്. നമസ്കാരം സാർ. നമസ്കാരം. കൊലപാതകം നടന്ന അന്ന് രാത്രി താൻ ആ റോഡിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഒരു ജോലിയിലായിരുന്നു. ജോലി എന്ന് പറയുമ്പോ
ഈ മലമറിക്കുന്ന എന്തെങ്കിലും ജോലിയോ മറ്റോ ആണോ എനിക്ക്? അല്ല സാർ, പിന്നെ ആ സമയത്ത് താൻ എന്തിനാണ് അവിടെ വന്നത്? ദിവസം ആ സമയത്താ പേപ്പർ വരാറ്. ആ. പേപ്പർ ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ലോഡ് വന്നായിരുന്നോ? ആ വന്നായിരുന്നു, എന്നിട്ട് ഇറക്കിയോ? ഇറക്കി സാറേ. കൊല ചെയ്തിട്ട് കാറി കയറി അവർ പോകുന്നത് കണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് സത്യമാണോ? സത്യമാണ് സാർ. യുവർ ഓണർ, ആ സമയത്ത് റോഡിന്റെ മറു സൈഡിലുള്ള ദാബ പോലും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ രാത്രി സമയത്ത് 2 സെക്കൻഡ് ഗ്യാപ്പില് ഇവര് കാറിൽ കയറി ദാബായിൽ നിന്ന് പോകുമ്പോ ഇയാൾ എങ്ങനെ അത് കണ്ടു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ദിസ് ഈസ് മിഷൻ ഇമ്പോസിബിൾ, യുവർ ഓണർ. ഇയാളെന്താ വല്ല ടോം ക്രൂസും ആണ്? എന്തുകൊണ്ട് മിഷൻ ഇമ്പോസിബിൾ? സാക്ഷികൾക്ക് തെറ്റ് സംഭവിച്ച് വേറെ ഒരു കാർ എന്റെ ക്ലയന്റിന്റെ കാറാണെന്ന് തെറ്റിദ്ധരിക്കാമല്ലോ. എന്തുകൊണ്ട് സാക്ഷികൾ അങ്ങനെ തെറ്റിദ്ധരിക്കണം? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവര് മനുഷ്യരായതുകൊണ്ട്. തെറ്റ് സംഭവിക്കുന്നത് മനുഷ്യ സഹജമായതുകൊണ്ട്. അയ്യോ, എന്റെ മുട്ടുകാല് കൂട്ടിയിടിക്കുകയാണല്ലോ. അന്ന് നീ കണ്ടു എന്ന് പറയുന്ന കാർ ഇത് തന്നെയല്ലേ? ആ ഇത് തന്നെ സാർ. കൺഫേം? കൺഫേം സാർ. പക്കാ? പക്കാ സാർ. കറക്റ്റ്? കറക്റ്റ്. ശരിക്കും നോക്ക്. ഇതാണ് സാർ. ആ? ആ ആഹാ. ആ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കൃത്യമായിട്ട് പറ. അയ്യോ, എന്റെ അമ്മയാണ് സത്യം സാർ. അന്ന് ഞാൻ കണ്ടത് ഈ കാറ് തന്നെയാ. നിനക്ക് തെറ്റ് പറ്റിപ്പോയി മോനെ. ആ കാർ ആരുടെയാന്നറിയോ? പിന്നെ അറിയാം, കണ്ടില്ലേ? ആ 2 കുറ്റവാളികളുടെയാ. അല്ല, അപ്പൊ വേറെ ആരുടെയാ? ജഡ്ജി സാറിന്. ജഡ്ജിയുടെ കാറോ? എന്ത് ജഡ്ജി സാർ? ഇനി താൻ പറയടോ, താൻ അവരെ കണ്ടു എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? സാറേ, സാറിന്റെ ചോദ്യത്തിൽ എന്നെ തലച്ചോറ് പൊട്ടിത്തെറിച്ച അവസ്ഥയാ. ഞാൻ അന്ന് കണ്ടത് ഇവരെ എല്ലാം എന്നുള്ള കാര്യം സമ്മതിക്കുക സാറേ. പ്ലീസ് സാർ, എനിക്ക് എന്റെ അമ്മയെ കാണണം സാറേ. അളിയാ, എന്താണ് ഇത്? വക്കീൽ തകർക്കാണല്ലോ. ഈ കേസിൽ ഇയാൾ ഒരു ക്രിയേറ്റഡ് സാക്ഷിയാ. നോക്കടോ, പോകുമ്പോ 4 ലോലിപ്പോപ്പ് വാങ്ങിച്ചോണ്ട് വയ്ക്കും. പോട്ടെ സാർ, സന്തോഷമുണ്ട്. സാക്ഷികളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കിയാൽ സത്യം പറയിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് സാറിന്റെ കാറാന്ന് പറഞ്ഞത്. സാറിന് എന്നോടൊന്നും തോന്നരുത് സാർ. ഇറ്റ്സ് ഓക്കെ. അമ്പോ, ഇയാൾ അവസാനം എന്നെ കുറ്റവാളിയാക്കുവോ? മുത്തശ്ശി, അന്ന് രാത്രി മുത്തശ്ശി കുറ്റവാളികളെ കാണുമ്പോ ഈ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു? വെച്ചെന്നു മോനെ, ആ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് നോക്കി പറ. കണ്ണാടി വെച്ചത് കൊണ്ട് തന്നെയാ കണ്ടത്. നിങ്ങൾ ഈ കണ്ണാടി എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നത്? 60 വർഷമായി കാണും. 60 വർഷമല്ലേ? ആ നിൽക്കുന്നവരെ നിങ്ങൾ എത്ര ദൂരത്തിൽ നിന്നാണ് കണ്ടത്? ഒരു 30 അടി ദൂരത്തിൽ നിന്നാ മോനെ. 30 അടി ആ അല്ലേ? 30 അടി എന്നാണ് പറയുന്നത്. നോട്ട് ദിസ് പോയിന്റ്. ഒന്ന് പിടിച്ച്. മുത്തശ്ശി, ഇത് എത്ര വിരലുണ്ട്? 4 വിരലുണ്ട്. ഇത് 4 വിരലാണെന്ന് യുവർ ഓണർ. 4 വിരലാണെന്ന് എല്ലാവരും ശരിക്കും കണ്ടോളൂ. ഒരു രക്ഷയില്ലല്ലേ? മിസ്റ്റർ ഏകാന്തം സാർ, 4 വിരലാണ് പോലും. ഓ ആയിക്കോട്ടെ. ഇതും കള്ളസാക്ഷിയാണ് യുവർ ഓണർ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എടാ, നൗ പബ്ലിക് പ്രോസിക്യൂട്ടർ മിസ്റ്റർ ഏകാന്തം ഇവിടെ ഹാജരാക്കിയ സാക്ഷികളും തെളിവുകളും വ്യാജമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ അതൊന്നും കോടതിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. എടാ, നമ്മുടെ വക്കീല് പൊളിക്ക. ഈ കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു.